UDF ഭരണത്തിൽ പിണറായി സർക്കാരിന്റെ ഏജന്റുമാർ നുഴഞ്ഞു കയറുന്നു എന്നത് മുൻപേ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ വിവാദമാകുന്നത് പിണറായി സർക്കാരിന്റെ കാലത്തെ കേരളത്തെ കടത്തിൽ മുക്കിക്കൊന്ന കിഫ്ബിയുടെ ജോയിന്റ് ഫണ്ട് മാനേജർ ആയിരുന്ന ആനി ജൂലി തോമസിനെ കൊല്ലം കളക്ടറായി നിയമിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് UDFിലും കോൺഗ്രസിലും ഇപ്പോൾ തീ പുകയുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഭരണമാറ്റത്തിനും നയമാറ്റത്തിനും ഒക്കെ വോട്ട് ചെയ്ത ജനകോടികൾ കൂടി അറിയണം. ഇവിടെ ആനി ജൂലി തോമസിനെ കൊല്ലം ജില്ലാ കളക്ടറായി നിയമിച്ചതിനെതിരെ ഉയരുന്ന വിവാദം നമ്പർ 1 ഇതാണ്. ഇവർ പിണറായി സർക്കാരിന്റെ കാലത്ത് കിഫ്ബിയുടെ ജോയിന്റ് ഫണ്ട് മാനേജറായിരുന്നു. കിഫ്ബി ഇപ്പോൾ CBI അന്വേഷണത്തിലായതിനാൽ കൂടി അവിടെ കീ പോസ്റ്റിലിരുന്ന ആളെ കൊല്ലം ജില്ലാ കളക്ടറാക്കി നിയമിക്കാൻ എങ്ങനെ മുഖ്യമന്ത്രിക്ക് ധൈര്യം വന്നു? വിവാദം നമ്പർ 2, ആനി ജൂലി തോമസ് ഇതിനു മുൻപ് ജോലി ചെയ്തിരുന്നത് കിഫ്ബി മുൻ സെക്രട്ടറി KM എബ്രഹാമിന്റെ കീഴിലായിരുന്നു. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന CBI അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനാണ് കിഫ്ബി മുൻ മേധാവി KM എബ്രഹാം. കിഫ്ബി മുൻ സെക്രട്ടറി KM എബ്രഹാം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന CBI കേസ് നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. KM എബ്രഹാമിന്റെ വിശ്വസ്തയായി അറിയപ്പെടുന്ന ആനി ജൂലി തോമസിന്റെ നിയമനം കേസ് ഏതെങ്കിലും രീതിയിൽ അട്ടിമറിക്കപ്പെടുമോ എന്ന സംശയം ഉളവാക്കുന്നു. UDF മന്ത്രിസഭ അധികാരമേറ്റ ഉടനെ ഉണ്ടായ ഈ നിയമനം ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ KM എബ്രഹാമിന് വേണ്ടി നടത്തിയ ഗൂഢാലോചന ആണോ എന്നതാണ് സംശയം. വിവാദം നമ്പർ 3, ആനി ജൂലി തോമസിന്റെ ഒരു മതചടങ്ങിൽ പങ്കെടുത്ത് മുൻപ് നടത്തിയ പ്രസംഗം. ഈ പ്രസംഗത്തിന്റെ ക്ലിപ്പ് കർമാന്യൂസിന് ലഭ്യമാണെങ്കിലും അതിപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല. ആവശ്യമെങ്കിൽ പിന്നീട് പ്രസിദ്ധീകരിക്കാം. എന്തായാലും ഈ മതത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്ത് ആനി ജൂലി തോമസിന്റെ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: ഞാൻ ഈ മതത്തിന്റെ ആളാണ്. ഈ മതത്തിന്റെയും ഈ ദൈവത്തിന്റെയും അംബാസഡറാണ് ഞാൻ. ഈ മതത്തിനും അതിന്റെ ദൈവത്തിനും ദൈവത്തിന്റെ വരവിനായി വഴി ഒരുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതായിരുന്നു സിവിൽ സർവീസിലിരിക്കെ ആനി ജൂലി തോമസിന്റെ പരസ്യ പ്രഖ്യാപനം. ഇത് 100% സിവിൽ സർവീസ് ചട്ടങ്ങളുടെ പരസ്യമായ ലംഘനമാണ്. ഭരണഘടനയും സിവിൽ സർവീസ് ചട്ടങ്ങളും ഒക്കെ അനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൊതുജനങ്ങളോട് സമത്വവും നിഷ്പക്ഷതയും ഒക്കെ പാലിച്ചാണ് ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കേണ്ടത്. ഇത്തരത്തിലൊരു നിഷ്പക്ഷത കൊല്ലം കളക്ടർക്ക് ഉണ്ടാകുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. മറ്റൊരു വിഷയം, 2023 മാത്രം സിവിൽ സർവീസിൽ കയറിയ ഉദ്യോഗസ്ഥയാണ് ഇവർ. ഇത്ര ജൂനിയറായ ഒരാളെ കൊല്ലം ജില്ലാ കളക്ടറാക്കിയതിന് പിന്നിലും KM എബ്രഹാമിന്റെ കേസ് നടക്കുന്ന ജില്ല എന്ന നിലയിലും ഈ നിയമനത്തെ നോക്കിക്കാണുന്നവരുണ്ട്. KM എബ്രഹാമിന്റെ നയങ്ങളായിരുന്നു കിഫ്ബി വഴി നടന്ന വൻ അഴിമതിയും സർക്കാർ പരസ്യങ്ങൾക്കായി ജനങ്ങളുടെ കോടികൾ ധൂർത്തടിച്ചത്. കേരളം ഇന്ന് ഇത്രയും കടത്തിൽ മുങ്ങിയതിന്റെ മുഖ്യ സൂത്രധാരൻ കിഫ്ബിയും അതിന്റെ മുൻ മേധാവിയുമാണ്. ഇനിയെല്ലാം CBIക്ക് മുന്നിൽ മണിമണി പോലെ പറയാനിരിക്കവെയാണ് KM എബ്രഹാമിന്റെ അടുത്ത ആളെ കേസ് വിചാരണ നടക്കുന്ന കൊല്ലത്ത് കളക്ടറാക്കുന്നത്. എന്തായാലും ഏത് CPM നേതാവിനെ തൃപ്തിപ്പെടുത്താനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു എന്ന ആരോപണവും ഉയരുന്നു. സ്വാഭാവികമായും മുൻ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താനാകില്ല എങ്കിലും പുതിയ സർക്കാരിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത് നയമാറ്റമാണ്. അതിനായി ധാരാളം സിവിൽ സർവീസുകാർ ഉണ്ടായിരുന്നിട്ടും പഴയ സർക്കാരിന്റെ നയത്തിലെ ഒരു സുപ്രധാനിയെ പുതിയ സർക്കാർ കൊല്ലം കളക്ടർ ആക്കിയതിൽ എന്തായാലും ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും. UDF സർക്കാരിലെ ആരാണ് പിണറായി സർക്കാരിലെ അഴിമതിക്കാരെ രക്ഷിക്കാൻ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് എന്നതും ഉയർന്ന ചോദ്യം. കൊല്ലം കളക്ടർ ആനി ജൂലി തോമസിൽ പുതിയ സർക്കാരിനുള്ള വിശ്വാസം ശരിയായ രീതിയിലെങ്കിൽ നല്ല കാര്യം. എന്നാൽ UDF സർക്കാരിലെ ഏത് നേതാവിനാണ് ഇത് ജനങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പറയാൻ ധൈര്യമുണ്ടാവുക എന്നതും ചോദ്യം തന്നെ. ന്യൂസ് ഡെസ്ക് കർമാസ്.